included many other poets in this section. We can see that. Now, about Chaucer. Chaucer, Arnold praises style and manner of Chaucer. It has a superiority in substance and style. എങ്ങനെയാണ് ചോസർ ഈസ് കൺസിഡേർഡ് ആസ് എ master of style and manner, and he has superiority, of course he has superiority in his substance and style. But the thing is that Arnold does not consider him as a classic ആയിട്ടോ അതല്ലെങ്കിൽ superior quality high well established എന്നൊന്നും ചോസറെ കുറിച്ച് അർണോൾഡ് കരുതുന്നില്ല. കാരണം സിൻസ് അൺലൈക്ക് ഹോമർ, വെർജിൽ ആൻഡ് ഷേക്സ്പിയർ, his poetry lacks high poetic seriousness. So we have seen that high poetic seriousness is important. അപ്പോൾ നമ്മൾ പോയട്രിയുടെ ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദാറ്റ് ഈസ് style, manner, everything is given importance, but the most important aspect to consider a particular work or a particular author as classic, he must have some kind of high poetic seriousness, അല്ലേ? ആ ഒരു ഹൈ പോയറ്റിക് സീരിയസ്നെസ് വേണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ് അർണോൾഡിന്. ബട്ട് ഹി സേസ് ദാറ്റ് ചോസർ ഡസൻ ഹാവ് ദാറ്റ്. അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് അതില്ല, ചോസറിന് അതില്ല. ബട്ട് സ്റ്റൈൽ, മാനർ, എവറിത്തിങ് ഇസ് സൂപ്പർ, ഇറ്റ്സ് ഗുഡ്. നൗ അർണോൾഡ് സ്പീക്സ് ഹൈലി ഓഫ് ചോസേഴ്സ് ഡിക്ഷൻ, ദാറ്റ് ഈസ് ലിക്വിഡ് ഡിക്ഷൻ എന്നാണ് ചോസറിൻ്റെ ഒരു ഡിക്ഷൻ, ലാംഗ്വേജ് ദാറ്റ് ഹി ഹാസ് യൂസ്ഡ് ഇൻ ഡിക്ഷൻ ഈസ് മെൻഷൻഡ് ബൈ അർണോൾഡ്. അർണോൾഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഡിക്ഷൻ എന്നുള്ള രീതിയിലാണ്. ടു എംഫസിസ് ദ fluidity in the manner of Chaucer's writing, which he considered to be an irresistible virtue. That is, നല്ലൊരു ലാംഗ്വേജ്, നല്ല എന്താ പറയുക, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡിക്ഷനാണ് ചോസറിൻ്റെ എന്ന് അർണോൾഡ് പറയേണ്ടത്. ഹി സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് എ ക്ലാസിക്. ഐ മീൻ അർണോൾഡ് സേസ് ദാറ്റ് ചോസർ ഈസ് നോട്ട് എ ക്ലാസിക്, ബട്ട് അതിന് അർത്ഥം മറ്റുള്ളതൊക്കെ മോശമെന്നല്ല. ഹി സ്പെസിഫിക്കലി മെൻഷൻസ് ദ ലിക്വിഡ് ഡിക്ഷൻ ഓർ ദ ഡിക്ഷൻ ഓഫ് that is used by Chaucer. അതിനെ ലിക്വിഡ് ഡിക്ഷൻ എന്നാണ് പറയുന്നത്. നൗ ദ ഏജ് ഓഫ് ഡ്രൈഡൻ. ഡ്രൈഡൻ്റെ ഏജിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ് പോപ്പ്, അലക്സാണ്ടർ പോപ്പ്. സോ വി നോ ദാറ്റ് ഡ്രൈഡൻ ആൻഡ് പോപ്പ്, ഓക്കെ, they are considered the splendid high priest of our prose and reason. They are, as you must be aware that the age is known as the age of reason, and according to Arnold, he says that they are the splendid high priests of prose and reason എന്നാണ് പറഞ്ഞിട്ടുള്ളത്. They are not classical of our poetry, they are classics of prose. സംഭവം ശരി തന്നെയാണ്, they are of high quality, but the thing is that they are not classics of our poetry, rather they are the classics of prose. And it is the age is also known as the age of prose and reason. He has mentioned it in that way, that is the age of prose and reason. Dryden as the glorious founder എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഐ മീൻ അർണോൾഡ് ഡ്രൈഡനെ കുറിച്ച് പറഞ്ഞിട്ട് ഡ്രൈഡൻ ആസ് ദ ഗ്ലോറിയസ് ഫൗണ്ടർ. നോ ഹൗ ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് Pope as the splendid high priest of the age of prose and reason. So, Pope is the splendid high priest of the age of prose and reason, and Dryden is considered as the glorious founder of the age of prose and reason. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. 18th century as the age of prose and reason, our excellent and indispensable 18th century എന്നാണ് ഈ ഒരു ഏജിനെ കുറിച്ച് അർണോൾഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 18th century, he mentions 18th century as the age of prose and reason and our excellent and indispensable 18th century. But the thing is that they are considered, ഡ്രൈഡനും പോപ്പും അവർ കൺസിഡർ ചെയ്യുന്നത്, അർണോൾഡ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ ക്ലാസിക്സ് ഓഫ് പ്രോസ് എന്നുള്ള രീതിയിലാണ്. ദേ ആർ നോട്ട് കൺസിഡർഡ് ആസ് ദ ക്ലാസിക്സ് ഓഫ് പോയട്രി. ഓക്കെ, നൗ വി ഹാവ് classic
റൈറ്റർ അക്കോർഡിംഗ് ടു അർണോൾഡ് ആരൊക്കെയാണ് ക്ലാസിക് റൈറ്റേഴ്സ് ആയിട്ട് ഹൈ ക്വാളിറ്റി പോയട്രി ഹൈ ക്വാളിറ്റി വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ലൈക്ക് സുപ്പീരിയർ ഡിക്ഷൻ ദ ഹൈ ട്രൂത്ത്ഫുൾ poetic truthfulness high poetic beauty everything every qualities are there ആ ഒരു രീതിയിലുള്ള പോയട്രി ഉള്ള അല്ലെങ്കിൽ ക്ലാസിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് വർക്ക്സ് ഐ മീൻ റൈറ്റേഴ്സാണ് അർണോൾഡിൻ്റെ. ദാറ്റ് ഈസ് ancient writers are Homer, Sophocles, and then Dante, Shakespeare, Milton, then Guido, then Wordsworth. ഓക്കെ, അപ്പം ഈ ഒരു ഇത്തരം റൈറ്റേഴ്സിനെ ആണ് ഇദ്ദേഹം ക്ലാസിക് റൈറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വേർഡ്സ്വർത്തിന് പ്രത്യേകത ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പോട്രിയുടെ അത്ര മതിപ്പില്ല, കാരണം ഗ്രാൻഡ് സ്റ്റൈലിൻ്റെ ആളാണ്. ദാറ്റ് മീൻസ് ദാറ്റ് അർണോൾഡ് ഓൾവേസ് praised or stood for a grand style. But Wordsworth, as we already know, that he is not that interested in that kind of diction. That is totally different. But he is, even then he is considered as Wordsworth is considered as a classic writer. It is because that his poetry is the criticism of life. All of the poetry, the poems produced by Wordsworth, and as a poet he considered poetry as the criticism of life. ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അർണോൾഡ് വേർഡ്സ്വർത്തിനെയും ക്ലാസിക്കായിട്ട് കണക്കാക്കുന്നുണ്ട് മറ്റുള്ള റൈറ്റേഴ്സിൻ്റെ കൂടെ. ദാറ്റ് ഈസ് ദീസ് ആർ ദ റൈറ്റേഴ്സ് ദാറ്റ് ആർ കൺസിഡർഡ് ആസ് ക്ലാസിക് റൈറ്റേഴ്സ് ബൈ അർണോൾഡ്. നൗ ഈ അസംഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് അരിസ്റ്റോട്ടൽ ഹാസ് സെഡ് ദ സുപ്പീരിയറിറ്റി ഓഫ് ദ പോയട്രി ഈസ് ബേസ്ഡ് ഓൺ ദ ഹൈ പോയറ്റിക് സീരിയസ്നെസ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിലാണ് ഈ ഒരു ക്ലാസിക് റൈറ്റേഴ്സിനെയും അതുപോലെ ടെക്സ്റ്റ് ഓൺ പാസേജസും അതുപോലെ എങ്ങനെയാണ് ക്രിറ്റിസിസം വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അർണോൾഡ് പറയുന്നത്. നോ ഹി റിജക്റ്റഡ് മീൻസ് നോട്ട് എഗെയിൻസ്റ്റ്, കംപ്ലീറ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഹി ഡസൻ കൺസിഡർ ദീസ് റൈറ്റേഴ്സ് ആസ് ദ ക്ലാസിക് റൈറ്റേഴ്സ്. ഓക്കെ, ലൈക്ക് ചോസർ, ഡ്രൈഡൻ, പോപ്പ് ആൻഡ് ഷെല്ലി. All these writers are even though they are good writers. He approved or he praised their diction, their style, their outlook, everything is good, but the thing is that they lack high seriousness. So the thing that the reason why they are excluded from the classic writers list is because they lacked high seriousness. I hope you understood what is this classic writers according to Arnold. Then Arnold has made some kind of some comments, some quotations from that particular. You can understand that it's from the study of poetry, that essay. That is Milton. He is as admirable as Virgil and Dante, second greatest classic of English literature. Okay, now that is the way how Arnold mentions Milton. മിൽട്ടനോടുള്ളൊരു ആ ഒരു ഇതാണ് പറയുന്നത്. ഹീ ഈസ് ആസ് അഡ്മിറബിൾ ആസ് വെർജിൽ ആൻഡ് ഡാൻ്റെ, സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ക്ലാസിക് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നുണ്ട്. നോ ഷേക്സ്പിയർ, ഹീ ഈസ് കൺസിഡർഡ് ദ സുപ്രീം പോയറ്റിക്കൽ ക്ലാസിക്. ദർ നീഡ്സ് എ മിറക്കിൾ ഓഫ് ജീനിയസ് ലൈക്ക് ഷേക്സ്പിയേഴ്സ് ടു പ്രൊഡ്യൂസ് എ ബാലൻസ് ഓഫ് ലൈഫ്. സോ ആർണോൾഡിന് ഏറ്റവും ടോപ്പായിട്ട് മീൻസ് ഹീ കൺസിഡർ ഷേക്സ്പിയർ ആസ് ദ സുപ്രീം പോയറ്റിക്കൽ ക്ലാസിക്. നൗ about Shelley, beautiful and ineffectual angel beating on the void, his luminous wings in vain എന്നാണ് ഷെല്ലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ യൂഷ്വലി യു ക്യാൻ സീ സം ഓഫ് ദ ഫോർ ദീസ് എക്സാമിനേഷൻസ് നമുക്കറിയാം ഇങ്ങനെയുള്ള കൊട്ടേഷൻസ് ഒക്കെ തരാറുണ്ട്. എന്നിട്ട് ഇത് കൊട്ടേഷൻസ് ഈസ് ഫ്രം എ സ്പെസിഫിക് വർക്ക്, ഫൈൻഡ് ദ വർക്ക് ഓർ ഐഡൻറ്റിഫൈ ദ ഓതർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ section, this particular section to this particular presentation. Okay, so Milton is is as admirable as Virgil and Dante, second greatest classic of English literature. Shakespeare, supreme poetical classic. Also understand that difference. And then Shelley, beautiful and ineffectual angel beating on the void, his luminous wings in vain എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, now the next one. So these are some of the classic writers, and the other the reason why he considered them as classic writers, and then why he doesn't consider some of the other writers as they are much
they haven't reached that mark of classic writers എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. Then Thomas Gray, he has said some facts about, some interesting facts about Thomas Gray. That is, Arnold considered Gray as the only classic of 18th century. 18th centuryയിലെ ക്ലാസിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു പോയിറ്റ്, ദാറ്റ് ഇസ് Gray, and he is the scantiest and frailest of classics in our poetry. That is what he has said about him. And he is the victim of the giants of circumstances. കുറച്ചല്ലേ എഴുതാൻ പറ്റുള്ളൂ തോമസ് ഗ്രേക്ക്, as we have already seen the Illegitimate in Literature. We know that the works produced by Thomas Gray is comparatively not that huge, or that the production the works are not that huge like Milton or Shakespeare. We know that. So he says that he was a victim of the giants circumstances. സാഹചര്യത്തിൻ്റെ ഒരു പ്രഷർ, സാഹചര്യവശാൽ ഒരു എന്താണ് ഒരു ഒരു അത് കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ വേഴ്സസ് കൊണ്ടുവരാനോ അതുപോലെ ഇല്ലെങ്കിൽ കൂടുതലായിട്ട് റൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ബിക്കോസ് he is considered the scantiest and frailest of the classics in our poetry. And then he is the only classic of 18th century. 18th centuryയിൽ ഒരു പോയിറ്റിനെ മാത്രമേ ഉള്ളൂ അർണോൾഡ് ക്ലാസിക് ആയിട്ട് കാണുന്നുള്ളൂ, ദാറ്റ് ഈസ് തോമസ് ഗ്രേ. Now we can see on ബേൺസ്. റോബർട്ട് ബേൺസിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ബേൺസിനെ കുറിച്ചും തന്നെ അഭിപ്രായം. ദാറ്റ് ഈസ് ലാക്സ് ഹൈ പോയറ്റിക് seriousness. Though his poems have poetic truth in diction and movement, a springing, bounding energy, a sense of sympathy for both human as well as non-human things, poetic genius is unmatched by anyone. His poetic genius is unmatched by anyone, but the problem is that he lacks high poetic seriousness. Just like Chaucer, he also lacks high poetic seriousness. അപ്പോൾ റോബർട്ട് ബേൺസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ he lacks high poetic seriousness, and his poems deal with Scottish dress, Scottish manner, Scottish religion, etc. Burns shines whenever he triumphs over his sordid, repulsive and dull world with his poetry. That is, whenever he writes a good poetry, it's really good, but the only problem is that he lacks the so-called high poetic seriousness. Okay, so that is about this particular work, that is study of